ഗണപതി ഹോമവും സരസ്വതി പൂജയ്ക്കും ആയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവരെല്ലാവരും പോയതിന് ശേഷം ഞങ്ങളും അടച്ചിട്ട് വീട്ടിൽ പോയി. പിറ്റേ ദിവസം കൃത്യം 5 മണിക്ക് തന്നെ അവർ വന്നു കേട്ടോ. അതുപോലെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് കുറച്ച് ലേറ്റായത്. ഞാനും മേമയും കുട്ടികളൊക്കെയാണ് കുറച്ച് ലേറ്റായത്. ഒരു 5:45 ആയി ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത്. അങ്ങനെ ആദ്യം ഗണപതി ഹോമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഇല്ലാത്ത കാരണം കഥ പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോ കുറച്ചധികം ലെങ്ത് ഉള്ളത് കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. ഈ ബിൽഡിംഗ് ഇവിടെ പൊങ്ങുന്നതിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഓട് മേഞ്ഞൊരു വീട് പോലത്തെ ഒരു കടയായിരുന്നു. അത് അച്ചാച്ചന് കൈമാറി കിട്ടുന്നത് ഏകദേശം ഒരു 10-70 വർഷങ്ങൾക്ക് മുൻപാണ്. എന്നിട്ട് അച്ചാച്ചൻ അത് പലചരക്ക് കടയായിട്ട് നോക്കുകയും അതിന് ശേഷം അച്ഛനെ കൈമാറുകയാണ് ചെയ്തത്. പിന്നെ അച്ഛൻ ഒരുപാട് കാലം അത് നടത്തിക്കൊണ്ട് പോന്നു. ബിൽഡിംഗ് ഒരുപാട് പഴയതായതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തകർന്ന് വീഴാമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അച്ഛൻ കടയടച്ച് ആ പണി നിർത്തിയത്. പിന്നെ കട അടച്ചിട്ടിട്ടും ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഇവിടെ ബിൽഡിംഗ് തുടങ്ങാം എന്നുള്ളൊരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആയ സമയത്താണ് നമ്മളിവിടെ ബിൽഡിംഗ് പണി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെയും ആ പഴയ കട അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പ്ലാൻ സ്റ്റാർട്ടായതിന് ശേഷമാണ് ആ പഴയ കടനെ തട്ടി നിരപ്പാക്കിയത്. കാരണം കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് മരങ്ങളുണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ ആ മരങ്ങൾ വീണ് ഓടൊക്കെ തകർന്നു പോയി. അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ തന്നെ ഞങ്ങൾ തന്നെ തട്ടി നിരപ്പാക്കിയിട്ടു. ഫിനാൻഷ്യലി ഈ ഒരു പ്രൊജക്റ്റിന് കുറച്ചധികം കാശ് ചിലവുള്ളത് കൊണ്ട് തന്നെ ആ നിരപ്പാക്കിയിട്ടുള്ള സ്ഥലം അങ്ങനെ തന്നെ കുറേ കിടന്നു കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ പ്ലാനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെയാണ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായത്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇവിടെ വരാൻ കാരണം തന്നെ ചെറിയ ചെറിയ നമ്മളെടുത്ത് വെച്ച ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ മാത്രമാണ് ഇങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായത്. ഇതാണ് അച്ഛനിപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് അച്ഛനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊന്നും കാര്യമാക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അച്ഛൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റ് അച്ഛൻ വേണം. അച്ഛന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല പൂജ തീർന്ന് വരെ അച്ഛൻ ഇവിടെ നിൽക്കുമെന്ന് കേട്ടോ. കാരണം അധികമൊന്നും യാത്രയൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഇതിപ്പോൾ യാത്രേൻ്റെ ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് ബിൽഡിംഗ്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ രാവിലെ വന്ന് പൂജ കഴിയോളം ഇവിടെ നിൽക്കുമെന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറയണോ അപ്പോൾ കൊണ്ടാക്കാമെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം രാവിലത്തെ കഴിച്ചതും ഒരു 8 മണി ഒക്കെ ആയി, 8-8:30 ആയി. അങ്ങനെ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പതുക്കെയാണ് കേട്ടോ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഈ പൂജ നടന്ന ദിവസം ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പൂജയ്ക്കായിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോയപ്പോൾ അവർ 2-3 ഡേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് അച്ചാച്ചൻ്റെ 90th ബർത്ത്ഡേ വരുന്ന ദിവസം തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് ഈ പൂജ നടന്ന ഈ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ അച്ചാച്ചൻ്റെ 90th ബർത്ത്ഡേ. അപ്പോൾ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയും അച്ചാച്ചൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് പതിയെ വരുന്നതായിരിക്കും. ആ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ ഒരു ഫംഗ്ഷന് ഞങ്ങൾ കുറച്ച് പേരിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേര് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് പേരിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ അമ്മൻ്റെ വീട്ടിലെ അമ്മൻ്റെ അനിയത്തിമാരും അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ അമ്മ, അച്ഛൻ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെയാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും. അപ്പം മേമയും ചാച്ചനും വാണിയംകുളത്തായിരുന്നു. അവർ അവിടെ നിന്ന് ഇതിനു വേണ്ടി തലേദിവസം വന്ന് അമ്മയുടെ വീട്ടിലിരുന്ന് പിന്നെ പുലർച്ചയ്ക്കാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മമ്മനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അത്രയും എഫേർട്സൊക്കെ എടുത്തിട്ടാണ് ഓരോരുത്തരും ഇവിടെ ഉള്ളത്. കാരണം എല്ലാവർക്കും ഈ ബിൽഡിംഗ്
പൊങ്ങി വരണമെന്നും ഇതൊക്കെ നന്നായി സക്സസ്ഫുൾ ആവണമെന്നും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ആ ഒരു ആഗ്രഹവും ഒക്കെ കൊണ്ടാണ് ഇന്ന് ഈ ബിൽഡിംഗ് ഇത്രയും ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഡെവലപ്പായത്. പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നെല്ലും അരിയും ആയിട്ടുള്ളൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഹോമകുണ്ടത്തിലേക്ക് ഇടാനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഇടാൻ ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് പോലെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. स्वाहा समायन्तु ब्रह्मचारिण स्वाहा समायन्तु ब्रह्मचारिण स्वाहा समायन्तु ब्रह्मचारिण स्वाहा. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള വ്യൂ. ഈ റോഡ് എന്ന് പറയുന്നത് പാലക്കാട് ടു പൊള്ളാച്ചി റോഡാണ് കേട്ടോ. പാലക്കാട് ടു പൊള്ളാച്ചിക്ക് പോണ ബസ്സുകൾ, ലോറി എല്ലാം ഇതിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം മെയിൻ റോഡാണിത്. അതിൻ്റെ തൊട്ടടുത്ത് അപ്പപ്പള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റോഡിൻ്റെ തൊട്ടരികത്തായിട്ട് AKS ആൻഡ് സയൻസ് എന്നുള്ള ബിൽഡിങ്ങാണ് നമ്മളുടെ ബിൽഡിംഗ്. ഗണപതി ഹോമം കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഗ്യാപ്പിന് ശേഷമാണ് സരസ്വതി പൂജ തുടങ്ങുന്നത്. സരസ്വതി പൂജ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എല്ലാ നിലവിളക്കിലും തിരി കൊളുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അനിയത്തിയുമാണ് ചന്ദനത്തിരി എല്ലാം ഞങ്ങൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചെയ്ത് കൊടുത്തു. അവർ പറഞ്ഞതുപോലെ എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രീതി അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ കുറച്ചധികം തന്നെ ചന്ദനത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ച് കത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് കത്തുന്നത് വരെ അത് കത്തുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കത്തിപ്പോവും, കത്താത്തത് അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കത്തുന്നുണ്ടോ നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. ഇവിടെ വന്ന കുറേ പേർക്ക് പൂജ കണ്ട് കേട്ടും മടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക്. കാരണം വയസ്സായവർക്ക് അങ്ങനെയാണല്ലോ, കുറച്ച് നേരം കൂടുതൽ ഒരു ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ക്ഷമയോടെ സമാധാനത്തോടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിയണത് വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വയസ്സായവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവർക്ക് എണീറ്റ് പോകണമെന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് പൂജ കുറച്ച് നീണ്ടുപോയി എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് നന്നായി പൂജ ചെയ്തു എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ വയസ്സായവർക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളവർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവർക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ചു, പൂജ ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചു ഭക്ഷണം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സാരമെല്ലാം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. മെയിനായിട്ടുള്ളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാത്രം ഇവിടെ നിന്നു, ബാക്കിയുള്ളവർക്ക് താഴെ പോയി. സരസ്വതി പൂജ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രസാദം ഇതുപോലെ ഞങ്ങൾക്കൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ കുറിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ താഴെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടായിരുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും മിക്കവാറും എല്ലാവരും വരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വർക്ക് ചെയ്ത എല്ലാ വർക്കേഴ്സിനും നമ്മൾ വസ്ത്രദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അച്ചാച്ചൻ്റെ കൈ കൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്.